നമസ്തേ ഗുരുജി, നമസ്തേ ഗുരുമ. ഞാൻ ജിതേന്ദ്രപാൽ, സ്വദേശം തൃശ്ശൂർ ജില്ലയിൽ മുണ്ടത്തിക്കോടാണ്. ഞാനൊരു 44 വയസ്സുള്ള വ്യക്തിയാണ്. എനർജി ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ മുഖ്യമായ വരുമാന മാർഗം കൃഷിയാണ്. എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ ഈ ഒരു SMS സിസ്റ്റത്തിലേക്ക്, മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ബാംഗ്ലൂർ ആശ്രമത്തിൽ വെച്ചാണ് ഞങ്ങൾ മെഡിറ്റേഷൻ ആരംഭിച്ചത്. എൻ്റെ ഒപ്പം എൻ്റെ അമ്മയും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൈഫും ലേറ്റസ്റ്റ് ആയിട്ട് മകനും മെഡിറ്റേഷൻ ആരംഭിച്ചിട്ടുണ്ട്. മുന്നേ എൻ്റെ മനസ്സ് വളരെയധികം ചഞ്ചലമായിരുന്നു. പല കാര്യങ്ങളിലും ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കാനോ പറയുവാനോ സാധിച്ചിരുന്നില്ല. മെഡിറ്റേഷന് ശേഷം വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളും ശക്തമായ മറുപടിയും എനിക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. മുൻപേ എനിക്ക് പല രീതിയിലും ഒരു ബോൾഡായിട്ടുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ആരോഗ്യം മഴയോ മഞ്ഞോ അതേപോലെ ക്ലൈമറ്റിക് കണ്ടീഷനിലൊക്കെ വളരെയധികം വിഷയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എങ്കിലിപ്പോൾ കഴിഞ്ഞ ഒരു 41 ദിവസമായിട്ട് മെഡിറ്റേഷൻ ചെയ്തതിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ മഴയും അതേപോലെ ഉള്ള കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളിലും എന്നില്ല, ആൾട്ടർനേറ്റ് ദിവസങ്ങളിൽ മഴ കൊണ്ടിരുന്നു. എന്നാൽ പോലും വളരെ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിച്ചു. അതിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ എൻ്റെ ഒരു അനുഭവങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യ സമയത്ത് എല്ലാവിധ കാര്യങ്ങളും പ്രപഞ്ചം പ്രത്യേകം എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മാനസികമായിട്ട് വളരെ നല്ല ഒരു ആരോഗ്യാവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിന് പ്രത്യേകം ഗുരുജിയോടും പ്രപഞ്ചശക്തിയോടും നന്ദി പറയുകയാണ്. വൈവാഹിക ജീവിതത്തിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ മെഡിറ്റേഷന് ശേഷം എല്ലാം ഒരു രമ്യമായ രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. ബാംഗ്ലൂർ മെഡിറ്റേഷൻ തുടങ്ങിയ അന്ന് തന്നെ എനിക്ക് ദിവ്യമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിച്ചു. ഞാൻ ആദ്യമായിട്ട് സൺ മെഡിറ്റേഷനിൽ കണ്ടത് മഹാദേവൻ പരമശിവനെയാണ്. തുടർന്ന് ജീസസ് ക്രൈസ്റ്റ്, ഗുരുദേവനെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ സൺ മെഡിറ്റേഷനിൽ കളറുകൾ റെഡിഷ് ഓറഞ്ചിൽ തുടങ്ങിയിട്ട് ലൈറ്റ്നിങ് വയലറ്റും തുടർന്ന് പ്രപഞ്ചത്തിൻ്റെ ഗുരുവിൻ്റെ കണ്ണുകളും കാണാൻ സാധിച്ചു. സ്റ്റാർ മെഡിറ്റേഷനിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാഴ്ചകൾ കാണാൻ സാധിക്കാറ്. പ്രപഞ്ചത്തിലെ അതിസുന്ദരമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ എനിക്ക് കാണാൻ സാധിക്കാറുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് മടക്കം നാട്ടിലേക്ക് പോരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഉണ്ടായ ഒരു കാഴ്ച എന്നെ ജീവിതത്തിൽ വളരെയധികം ഞെട്ടിച്ചു. കാരണം വേറൊന്നല്ല, ആ കാഴ്ച ഞാൻ നിസ്സാരമായിട്ടാണ് അന്ന് എടുത്തിരുന്നത്. പക്ഷെ അത് ജീവിതത്തിലേക്ക് വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാഴ്ചയിൽ ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഉരുണ്ട് വീഴുന്നതാണ് കണ്ടത്. ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ മടക്കം റിട്ടേൺ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെ 2ാമത്തെ എസ്കലേറ്ററിൽ കയറിയ എൻ്റെ അമ്മ പിന്നിലേക്ക് ആഞ്ഞു വീഴാൻ തുടങ്ങി. അവിടെ വെച്ചാണ് ആ ഒരു ദിവ്യമായിട്ടുള്ള ഒരു പ്രഭാവം, പ്രപഞ്ചത്തിൻ്റെ കൈകൾ എൻ്റെ അമ്മയെ വളരെ സാഹസികമായി തന്നെ അത്ഭുതകരമായി തന്നെ അമ്മയെ രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യം എനിക്ക് പറയുമ്പോൾ ഇപ്പോഴും ആ ഒരു രോമാഞ്ചം ഉള്ളിൽ ശരീരത്തിലും വരുന്നുണ്ട്. ഇതിൽ നിന്നും നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നും തന്നെ നിസ്സാരമായി എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പ്രപഞ്ചത്തിൻ്റെ ശക്തിയെ യഥാർത്ഥ രീതിയിൽ അനുഭവിച്ചറിയാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പറ്റിയെന്ന് പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിലെ സോളാർ സിസ്റ്റത്തിലൂടെ അതിമനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള യാത്രാ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. പ്രപഞ്ചശക്തികളെയും അതേപോലെ അനുഗ്രഹങ്ങളെയും ഇപ്പോൾ അനുഭവിച്ച് തിരിച്ചറിയാൻ പ്രത്യേകമായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ള ഒരു അനുഗ്രഹം ഞാൻ എപ്പോഴും എടുത്തു പറയുന്നൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അനുഭവത്തിലൂടെയായിരുന്നു ഞാൻ ഈ മെഡിറ്റേഷൻ കാലയളവിൽ പോയിട്ടുള്ളത്. 41 ദിവസം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഇന്നലത്തെ, അതായത് ലാസ്റ്റ് മെഡിറ്റേഷൻ, സൺ മെഡിറ്റേഷൻ ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു. കാരണം അവസാനത്തെ 41ാമത്തെ ദിവസത്തിലെ മെഡിറ്റേഷൻ അനുഭവം ഒരു വെടിക്കെട്ട് അനുഭവം ആണ് തന്നെ പറയാം. തൃശ്ശൂർകാരുടെ ഭാഷയിൽ വെടിക്കെട്ട് തന്നെയായിരുന്നു. കാലത്തെ സൺ മെഡിറ്റേഷൻ ആയാലും ഈവനിങ് മൂൺ മെഡിറ്റേഷൻ ആയാലും. സൺ മെഡിറ്റേഷനിൽ മൂലാധാരം മുതൽ തുടങ്ങി സഹസ്രാരം വരെയുള്ള എല്ലാ ചക്രങ്ങളിലും എനർജി കടന്നു പോകുന്നത് പ്രത്യേകമായിട്ട് അനുഭവിക്കാൻ സാധിച്ചു. ഇത് 3 തവണയായിട്ടുണ്ടായി. അതിൻ്റെ ഒരു എനർജി പ്രഭാവം ശരിക്ക് ഉച്ചവരെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പ്രഭാവം എന്ന് പറയുന്നത് ശിരസിൽ ഒരു കിരീടം വെച്ചിരിക്കുന്ന ഒരു അനുഭവം പോലെയായിരുന്നു ഉണ്ടായിരുന്നു. അത് വളരെയധികം ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. മൂൺ മെഡിറ്റേഷനിൽ ഇതിലും ഗംഭീരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത്. കാരണം അതിൽ ശരീരത്തിൽ കുറേ മെഡിക്കൽ ലെവലിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നടന്നതെന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തി ഇല്ല. കാരണം മെഡിറ്റേഷന് ഇരുന്ന് കുറച്ച് നേരങ്ങൾക്കുള്ളിൽ തന്നെ വായ
മുൻവരി പല്ലുകളുടെ അടിയിലായിട്ട് മോണയിൽ കിരിയിരിപ്പ് അനുഭവപ്പെട്ടു. അതിനുശേഷം വായിലെ എല്ലാ പല്ലുകളും ഒരു തരത്തിലുള്ള ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു. വായ മൊത്തം ഒരു മരവിച്ചിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഈവനിങ് മൂൺ മെഡിറ്റേഷനിൽ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കഴുത്തിൽ ഒരു കൊതു വന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ തന്നിട്ട് പോയി. സാധാരണയായിട്ട് ഒരു കൊതു കുത്തിയാൽ എനിക്ക് ചൊറിച്ചിലും ഒരു 1-2 ദിവസത്തേക്ക് അവിടെ ചെറിയ തടിപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൊട്ട് നോക്കിയപ്പോഴും അവിടെ ഒരു തടിപ്പോ അല്ലെങ്കിൽ ഒരു ഇച്ചിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നലത്തെ മൂൺ മെഡിറ്റേഷനിൽ ഒരു രണ്ടാമത്തെ അനുഭവം കൂടി ഉണ്ടായി. അതായത് എൻ്റെ വലത്തെ കണ്ണിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അത് കണ്ണുനീര് ഒരു ധാരയായിട്ട് വരുന്നു എന്ന് പറയുക ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ ഇന്നലത്തെ മെഡിറ്റേഷനിൽ വളരെ സുഖകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായി. ഇന്നു മുതൽ ഇനി വരുന്ന ഒരു 15 ദിവസം ഇടവേളയാണ്. തുടർന്നും മെഡിറ്റേഷൻ ചെയ്യാനുള്ള അനുവാദവും ഗുരുജിയിൽ നിന്ന് അനുഗ്രഹങ്ങളും ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നമസ്തേ. ഗുരുജിക്കും ഗുരുമായ്ക്കും നന്ദി.